ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 18-ാമത്തെ വചനം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിന്റെ ദൗത്യമാണ്. യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനാണ്? ഒന്ന്, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. അപ്പം യേശു ദൈവം തന്നെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. അവൻ അവിടുത്തെ വെളിപ്പെടുത്തലാണ്, അതായത് പിതാവിനെ വെളിപ്പെടുത്തുക. അമേൻ, ഹല്ലേലൂയ. അതാണ് സ്വർഗത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ പിതാവുമായിട്ട് നിനക്ക് എന്ത് ബന്ധമാണെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, ഏതാ പിതാവിന്റെ പ്രതിരൂപമാണ് യേശു, യേശുവിന്റെ പ്രതിരൂപമാണ് ആദം. അതുകൊണ്ടാണ് പറയുന്നത് യേശു സെക്കൻഡ് ആഡം, രണ്ടാമത്തെ ആദം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആദത്തിന്റെ, ക്രിസ്തുവിന്റെ സ്ഥാനത്താണ് ഈ ആദം നിൽക്കുന്നത്. ഇപ്പൊ ഭൂമിയിലെ ഭരണം ആദത്തിനെയും അവന്റെ കൂടെയുള്ള ഹവ്വായുമാണ് ഏൽപ്പിച്ചത്. കാരണം ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് വരും. ഇത് നമ്മൾ കളഞ്ഞു മുടിച്ചു. അതായത് നീ ദൈവത്തെ അനുസരിക്കാതെ മറ്റവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഈ അനർത്ഥങ്ങൾ ഉള്ളത്. അന്നേരമാണ് നിനക്ക് തകർച്ച ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ. അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ടത്. കൽപ്പന, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഞാൻ 1000 തലമുറ. അപ്പം ഇത് പ്രവർത്തനമില്ല. ഇവിടെ വചനം പറഞ്ഞ പോരാ, ഈ പറയുന്ന ആളുകളും ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് അവരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ച് നാൾ അവരുമായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചാൽ മതി. അവൻ ഹല്ലേലൂയ. അപ്പം ഒന്ന്, പിതാവായ ദൈവം. സ്വർഗത്തിൽ നമുക്ക് പിതാവായ ദൈവമുണ്ട്. നിന്റെ എല്ലാ കാര്യങ്ങളും ആ പിതാവാണ് നടത്തി തരുന്നത്. അപ്പൊ നിനക്കെന്നാ ആ പിതാവുമായിട്ടുള്ള ഗാഢബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, 3-ാമത്തെ വചനം, പുരുഷന്റെ ശിരസ് ക്രിസ്തു, സ്ത്രീയുടെ ശിരസ് ഭർത്താവ്, ക്രിസ്തുവിന്റെ ശിരസ് പിതാവായ ദൈവം. അപ്പൊ ഈ ഒരു ഭരണഘടനയുണ്ട് ഇവിടെ. ഈ രാജാവിന്റെ കീഴിലുള്ള ഭരണത്തിലേക്ക് നീ വന്നാൽ, നീ ഇതനുസരിച്ച് ജീവിച്ചാൽ നിനക്കെന്നും അഭിവൃദ്ധിയാകും. നീ സ്വർഗവുമായിട്ടായിരിക്കും നിന്റെ വ്യാപാരം. സ്വർഗത്തിനെതിരായിട്ട് നീ ഒന്നും ചെയ്തില്ല. അതാണ് ഭയം. ഹല്ലേലൂയ. മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനമൊക്കെ എന്നാ പറയുന്നത്, ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. അപ്പൊ നിന്നിലേക്ക് ദൈവ ജ്ഞാനം വരണമെങ്കിൽ നിനക്ക് ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുന്ന ഞാൻ എന്നറിയോ, നീ ദൈവത്തിനെതിരായിട്ടൊന്നും ചെയ്യലോ, നീ കൽപ്പനകൾ ലംഘിക്കത്തില്ല. നിന്നോട് കൽപ്പന ലംഘിക്കാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ല. നീ കൽപ്പന ലംഘിത്തില്ല. അപ്പൊ ഇതാണ് ഭയമില്ല, ദൈവഭയം. ഇപ്പൊ പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. കേട്ടോ, ഇപ്പൊ നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യത്തില്ലല്ലോ. ദൈവം നിന്നെ ഭരിക്കും, നീ അതിന്റെ കീഴിൽ മരിക്കി നിൽക്കും, അത്രേ ഉള്ളൂ. എന്നതുപോലെ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ എന്ന പോലെ നീ ജീവിക്കണം. കാരണം നിന്റെ മുകളിൽ കർത്താവിനാണ് അധികാരം. സ്വർഗമാണ് ഭൂമിയുടെ മേൽ അധികാരം. കേട്ടോ, ഭൂമി സെപ്പറേറ്റ് ആണ്, സ്വർഗം സെപ്പറേറ്റ് ആണ്. അപ്പൊ നീ ഭൂമിയിലാണ് നിൽക്കുന്നത്, നിന്നെ വെച്ചിരിക്കുന്ന ഭൂമിയിൽ. ആമേ. 2-ാമത്തെ ദൗത്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 29-ാം വചനം, അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്ന കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പം 2-ാമത്തെ ദൗത്യം എന്താ? ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പം നമ്മുടെ പാപങ്ങളും അതിക്രമങ്ങളുമാണ് അവൻ വഹിച്ചത്. അപ്പൊ ഇനി നീ ഇത് വഹിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അമ്മ, നീ നീതിയോടെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 3, 1 യോഹന്നാൻ 3:8 പറയാണ്, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഈശോ വന്നെന്ന് പറഞ്ഞാൽ, പിശാചിന്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കണം. നമ്മുടെ മേലുള്ള പിശാചിന്റെ അധികാരം കർത്താവ് വീണ്ടെടുക്കണം. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വർഗത്തിനും ഭൂമിയിലും സകലാധികാരം എനിക്ക്, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. വെളിപാട് 1:18. അപ്പം പിശാച് നമ്മുടെ തല തകർത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനി അവന്റെ മേലും നമ്മുടെ മേലും എല്ലാം ദൈവത്തിനാണ് അധികാരം. ഇതാണ് 3-ാമത്തെ ദൗത്യം. 4-ാമത്തെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ, അവൻ മരിച്ചുയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ദൈവത്തോടു കൂടിയുള്ള ജീവിതമാണ്. പക്ഷെ ഉൽപ്പത്തിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. പക്ഷെ നമ്മൾ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് എന്ത് പറ്റി? നമ്മൾ ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കുകയാണ്. പക്ഷെ നീ ദൈവത്തോട് ചേർന്ന് നിന്നാലോ, നീ വീണ്ടും ശക്തി പ്രാപിക്കും. കേട്ടോ, നീ നന്മ മാത്രം ചെയ്യുക. നിന്നിൽ നിന്ന് ഒരു അശുദ്ധിയും വരാൻ പാടില്ല. ആമേൻ. ഹല്ലേലൂയ. പിശാചിന് ഇനി നിന്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ.
അവനെ ദൈവം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്, ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റു. അപ്പം ഇതിന് ശേഷം ഒരു ജീവനുണ്ടെന്നുള്ളത് കാണിക്കാൻ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് കാണിച്ചു കേട്ടോ. അതാണ് അതിന്റെ പ്രൂഫ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദൗത്യം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ ദാനമായി വർഷിക്കുക എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് ദാനമാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ നിറയണം. പരിശുദ്ധാത്മാവിനെ നിറയണം. നീ എങ്ങനെയാണോ? എളിമപ്പെടണം, അനുസരിക്കണം, കൽപ്പന അനുസരിക്കണം, വിധേയപ്പെടണം, കീഴ്വഴങ്ങണം. വിധേയത്വം ഇവിടെ പുരുഷനും സ്ത്രീയും ഇവിടെ ആർക്കും ഈ വിധേയത്വമില്ല. യേശു പറഞ്ഞ മരണത്തോളം കീഴ്വഴങ്ങിയവൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ കീഴ്വഴങ്ങണം. അപ്പോൾ എന്നാ വന്നറിയോ? അവിടുത്തെ ശക്തിയേറിയ കരത്തിന് കീഴിൽ നീ താഴ്മയോടെ നിൽക്കുവൻ, തക്ക സമയത്ത് നിന്നെ ഉയർത്തും. അതൊന്ന് ഉത്തര 5-ാം അധ്യായത്തില് 6-7 വചനമൊക്കെ പറഞ്ഞുണ്ട്. അവൻ ഹല്ലേലൂയ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പിശാചിന്റെ ആധിപത്യത്തിൽ നമ്മളെ മോചിപ്പിക്കുക, അത് ചെയ്തു കഴിഞ്ഞു. കൊളോസസ് 1:12 പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി യേശു വന്ന് നമ്മളെ വീണ്ടെടുത്തു. എന്തിനാണ് നമ്മൾ വീണ്ടെടുത്തിട്ട് പറയുന്നത്? യേശു വന്ന് പത്രോസിനെ ഇവരെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 17 പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു കേട്ടോ. ഇനി മത്തായിയുടെ സുവിശേഷം ഇതിന്റെ തന്നെ പറയുന്നത്, ഇപ്പോൾ മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 10-ാമത്തെ വചനം. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമിയോനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു കേട്ടോ. ഹല്ലേലൂയ. അതായത് നീ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴേ ഉള്ളൂ നീ എല്ലാം ഉപേക്ഷിക്കുള്ളൂ. അല്ലാതെ നിനക്കൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈശോ പറഞ്ഞില്ലേ, എന്റെ ശിഷ്യനാകണമെങ്കിൽ നീ നിന്നെ തന്നെ പരിത്യജിക്കണം. അതായത് നിനക്ക് ലോകമായിട്ടുള്ള മൈത്രി പാടില്ല. അപ്പൊ നീ ദൈവത്തെ കണ്ടുമുട്ടണം. അവൻ നമ്മുടെ മുമ്പിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. കൊർന്നേലിയോസിനോട് സംസാരിച്ചു. ഹല്ലേലൂയ. സമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചു. ഉടനെ അവളെല്ലാം വിട്ടു. ഇതുപോലെ നിന്നിൽ ദൈവിക ഇടപെടലുണ്ടാകണം. എന്നിട്ടാണ് ദൈവം നിന്നെ ഓരോ ദൗത്യം ഏൽപ്പിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ കണ്ടുമുട്ടണം. അപ്പം നമ്മുടെ ദൗത്യം എന്താ? ഈ ഭൂമിയിൽ മനുഷ്യരെ പിടിക്കുന്നവരാകണം. ആമേൻ. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇവരെ വിളിച്ചു മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നത് എപ്പോഴാണ്? അത് പൂർത്തീകരിച്ചത് പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ്. ആമേൻ. അപ്പം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. എന്തിനുള്ള ശക്തിയാണ്? നിന്റെ ഉള്ളിലുള്ള ദുഷ്ടതയെ ഇല്ലാതാക്കും. നീ മറ്റുള്ള പിശാചിനെ നീ ബഹിഷ്കരിക്കും. നീ രോഗിക്ക് സൗഖ്യം കൊടുക്കും. നീ മരിച്ചവരെ ഉയർപ്പിക്കും. ഇതാണ് കർത്താവിന്റെ ശുശ്രൂഷ. ആമേൻ. സ്നാപക യോഹന്നാൻ കാരാഗൃഹത്തിലായിരുന്നപ്പോഴത്തേക്കും ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ? അന്നേരം യേശു എന്നാ പറഞ്ഞത്? നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി പറയാം കേട്ടോ. എന്താണ് കാണുന്നതും കേൾക്കുന്നതും ചെയ്ത്? യേശു എന്താ ചെയ്തത്? അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു. ഇതാണ് ചെന്ന് പറയാൻ പറഞ്ഞത്. അതാണ് കർത്താവിന്റെ മിനിസ്ട്രി. അതാണ് കർത്താവിന്റെ സുവിശേഷം. ഇതില്ലാതെ നമ്മൾ എന്താണ് ഈ കാണിക്കുന്നത് പറയാം? അങ്ങനെയാണ് ജീവിക്കുന്ന ദൈവം. ഇവന്റെ ദൈവം യഥാർത്ഥ ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മളിലൂടെ പ്രകടമാകും. ആമേൻ. അപ്പൊ യേശുവിന്റെ ദൗത്യം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവെ നന്ദി, യേശു സ്തോത്രം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.